നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പാപ്പുട്ടാണ്. ഇതിനായിട്ട് 2 കപ്പ് പുട്ടുപൊടി, നുള്ളു ഉപ്പ്, സ്പൂൺ പഞ്ചസാര, തേങ്ങ ഇടുന്നുണ്ട്, കുറച്ച് തേങ്ങ ചരപ്പി, 2 കപ്പ് പുട്ടുപൊടിയാണ്, അതിന് 2 കപ്പ് പാല് നമ്മളതിനകത്ത് നമുക്ക് 10 മിനിറ്റ് വരെ നമുക്ക് പുട്ടിങ്ങനെ വയ്ക്കാം. നമുക്ക് ഈ പുട്ടുപൊടി നല്ലോണം ഇളക്കി പൊടിയാക്കി എടുക്കണം. പുട്ടുപൊടിയെല്ലാം നമ്മൾ തിരുമ്പി റെഡിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്കിടണം. അത് കഴിഞ്ഞ് നമുക്ക് 1 കവർ പാൽപ്പൊടി ഇതിനകത്തേക്ക് ഇടണം. അത് നമ്മളെല്ലാം കൂടെ ഒന്നും കൂടെ കുഴച്ച് എല്ലാം കൂടെ യോജിപ്പിക്കണം. ഇതിനകത്തേക്ക് 1 കപ്പ് പാലും കൂടെ നമ്മൾ ഒഴിക്കണം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും, നല്ല മയം കിട്ടും. നമുക്ക് വേറൊരു പാത്രം എടുത്ത് നമുക്ക് ഇഡലി പാത്രത്തിൽ വെക്കാനുള്ളതാണ്, ആവിയേറ്റം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടി തടവി നമുക്ക് ഇതിനകത്തേക്ക് മാവിടാം. ഈ നെയ്യ് മുഴുവനും തേച്ച് പിടിപ്പിക്കുക. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാവ് നമുക്ക് നല്ലോണം പരത്തി നമുക്ക് വയ്ക്കാം. ഈ പൊടി നല്ലോണം പൊത്തി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ചേർക്കാം. ഈ മാവ് സെറ്റ് ചെയ്തിരിക്കുന്ന പാത്രം ഇതിനകത്തേക്ക് നമുക്ക് വയ്ക്കാം. പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയി. അപ്പോൾ വെന്ത് കാണുമായിരിക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് നമുക്ക് ചിക്കൻ കറിയും കൂട്ടി ഇത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്.